നമ്മുടെ ഏതിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സ്കിൻ ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ടെസ്റ്റുകൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ലെന്ന് മാത്രമല്ല പൊതുവെ ENT സർജന്മാർ ചെയ്യാറില്ല. ഈ ഒരു 100 കുത്ത് കുത്തിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സാധനങ്ങൾക്ക് മാത്രമേ അലർജി ഉള്ളൂ എന്ന് അർത്ഥമില്ല. നമ്മൾ മാറില്ല. ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു പൂച്ചയുടെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അലർജിയുടെ ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഡോക്ടർ വിനോദ് ബി നായർ, എറണാകുളത്തെ പ്രമുഖനായിട്ടുള്ള കൺസൾട്ടന്റ് ENT സർജനാണ് ഡോക്ടർ വിനോദ് ബി നായർ. അപ്പോൾ ഡോക്ടർ, ഈ നാസൽ അലർജി, മൂക്കിൻ്റെ അലർജിയുടെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, അതാണോ എന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഡയഗ്നോസിസിനെ പറ്റി ഇപ്പം നമ്മുടെ വെസ്റ്റേൺ കാഴ്ചപ്പാട്, അതായത് പാശ്ചാത്യ കാഴ്ചപ്പാട്, ബുക്കിൽ പറയുന്ന കാഴ്ചപ്പാടും എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടും വ്യത്യാസമുണ്ട്. ഇതിനകത്ത് വളരെയധികം ടെസ്റ്റുകൾ പറയുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ലെവൽ അളക്കുക, നമ്മുടെ ഏതിനാണ് അലർജി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സ്കിൻ ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ടെസ്റ്റുകൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ലെന്ന് മാത്രമല്ല പൊതുവെ ENT സർജന്മാർ ചെയ്യാറില്ല. അതിന് വലിയ പ്രസക്തി ഇല്ലെന്നുള്ളത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഹിസ്റ്ററി, കറക്റ്റായിട്ടൊരു ഹിസ്റ്ററി എടുക്കുക, ഫാമിലി ഹിസ്റ്ററി എടുക്കുക, മൂക്കിനാണ് നോക്കുക. സത്യം പറഞ്ഞാൽ ഒരു ENT സർജൻ ഇത് അലർജി ആണെന്ന് കണ്ടുപിടിക്കാൻ ഏകദേശം ഇത്രയും കാര്യങ്ങൾ മതി. നമ്മളിപ്പോൾ കുറേ വിലയേറിയ ടെസ്റ്റുകൾ ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രായോഗികമായ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. 2, നമ്മൾ സ്കിൻ ടെസ്റ്റിനെ പറ്റി പറയും. അദ്ദേഹത്തെ ഒരു 10-25 അല്ലെങ്കിൽ 50-100 സാധനങ്ങൾ ഇങ്ങനെ കുത്തി വെച്ചിട്ട് സ്കിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനെ അതിങ്ങനെ. സ്കിന്നിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പൾമണോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നവരാണ് പൊതുവെ ചെയ്യുക. ENTക്കാർ പൊതുവെ ചെയ്യാറില്ല, ചെയ്യുന്നവരുണ്ടാവും പുറത്ത്. നമ്മുടെ നാട്ടിൽ നിന്ന് പൊതുവെ ആരും അങ്ങനെ ചെയ്യാറില്ല. അതിനൊരു വലിയ പ്രസക്തി ഇല്ല എന്ന് പറയാം. നമ്മളൊരു 50-100 കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഇത് പുറത്തുനിന്ന് വരുന്ന കിറ്റായിരിക്കും, ചിലപ്പോൾ വേറെ സ്ഥലത്തു നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കിറ്റായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അത് ദേഹത്ത് ഇങ്ങനെ വെച്ചിട്ട്, അല്ലെ ഒന്നുകിൽ അത് വെച്ച് അതിൽ മുക്കിയിട്ട് ഇങ്ങനെ കുത്തും, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഓരോ സ്ക്രാച്ച് ചെയ്യും. ഈ ഒരു 100 കുത്ത് കുത്തിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ സാധനങ്ങൾക്ക് മാത്രമേ അലർജി ഉള്ളൂ എന്ന് അർത്ഥമില്ല. ഈ ചെയ്ത കാര്യങ്ങൾ പിന്നെ മാത്രമല്ല, അത് പുറത്തുള്ളത് കൊണ്ട് തന്നെ അതിനിവിടെ അലർജി വേണമെന്നില്ല. നമുക്ക് ആ സാധനം ഇവിടെ ലോക്കലായിട്ട് കാണണമെന്നില്ല. മാത്രമല്ല ഒരിക്കലും ഇതിനകത്ത് ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ മാറില്ല. ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു പൂച്ചയുടെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അലർജിയുടെ ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരു പ്രത്യേക പൂമ്പൊടിയുടെ അടുത്ത് ഒരു ചെടിയുടെ അടുത്ത് പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ടാകും. ഇങ്ങനെ ചെയ്യാമെന്നല്ലാതെ നമ്മുടെ ട്രീറ്റ്മെന്റിനെ അത് വലുതായിട്ട് ബാധിക്കുന്നില്ല. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ മാത്രമാണ് അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് അവോയ്ഡൻസിനാണ്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഇപ്പൊ നമുക്ക് അത് നമ്മൾ തന്നെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ബീഫിന് അലർജി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ബീഫ് കഴിക്കുന്നവർക്ക് അലർജി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കഴിക്കുന്നവർക്ക് അലർജി വരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഞാൻ എന്തായാലും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അതെനിക്ക് പ്രായോഗികമായിട്ട് ആളെ ബുദ്ധിമുട്ടിക്കാന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ ഒരു ചെലവും ഉണ്ടാകാന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ട്രീറ്റ്മെന്റിന് വലിയ പ്രയോജനമായിട്ട് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ട്രീറ്റ്മെന്റ് സെയിം തന്നെ ആയിരിക്കും.